പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ അവനെ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. കാരണങ്ങൾ പലതാണ്. ഉപദേശം ഇഷ്ടമില്ലാത്തത് മനുഷ്യന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇതൊരു പ്രത്യേകതയായിട്ട് വേണം നമുക്ക് കാണാൻ. കാരണം അഡ്വൈസ് അനലിറ്റിക്കലി, ലോജിക്കലി, ഒബ്സർവേഷനലി ഹ്യൂമൻ ബീങ് ഡെവലപ്ഡ് ആയ ഒരു ആനിമൽ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, അത് എനിക്കറിയാം, ഞാൻ നന്നാവൂല എന്നല്ല, ഇതെനിക്കറിയാം. ഓ, അതൊക്കെ എനിക്ക് ആദ്യം തന്നെ അറിയാമല്ലോ, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിലേക്ക് ആളുകൾ എത്തുന്നത് അവരെന്നെ ഉപദേശിക്കേണ്ട, ഞാൻ നന്നാവൂല എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് അനലിറ്റിക്കൽ സ്കിൽസിലും അതേപോലെ തന്നെ ഒബ്സർവേഷണൽ സ്കിൽസിലും മനുഷ്യന് കൃത്യമായി പറഞ്ഞാൽ വളരെ വലിയ ക്വാളിറ്റി ഉണ്ട് ഹ്യൂമൻ ബീങ്. ഈ ക്വാളിറ്റി നസീർ സാർ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഈ അനലിറ്റിക്കൽ ഒബ്സർവേഷൻ, അനലിറ്റിക്കൽ ഒബ്സർവേഷനിൽ അതേപോലെ തന്നെ ലോജിക്കൽ സ്കില്ല് മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യനെ ഉപദേശിക്കുന്നത് മനുഷ്യന് ഇഷ്ടമല്ല. അത് ചെറിയ മനുഷ്യനായാലും വലിയ മനുഷ്യനായാലും ഒരുപോലെയാണ്. അപ്പോൾ മനുഷ്യനെ ഉപദേശിക്കണ്ടേ എന്നാണ് മറ്റൊരു കാര്യം. മനുഷ്യനെ ഉപദേശിക്കാതിരിക്കാനും പറ്റില്ല. കാരണം അതിനാണ് ചില യൂണിവേഴ്സൽ എനർജി ചില റെസ്പെക്റ്റുകൾ മനുഷ്യന് പ്രഖ്യാപിച്ചത്. ഇന്ന വിഷയം ഒഴികെ ബാക്കി എല്ലാ വിഷയത്തിലും നീ ഇന്ന ആളുകളെ അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരോട് എതിർക്കാൻ പാടില്ല എന്ന് പറയുന്ന രൂപത്തിൽ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക് ആക്കി യൂണിവേഴ്സൽ എനർജി വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ചില ആളുകളോട് ചില ആളുകൾ വിധേയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കാവൂ എന്ന് സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നത്, നാച്ചുറലി സിസ്റ്റം ഉണ്ടാക്കി വെച്ചതിന്റെ കാരണം ഉപദേശിക്കേണ്ടവരും ഉപദേശം കേൾക്കേണ്ടവരും ഉൾക്കൊള്ളേണ്ടവരും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ എന്താണ് മനുഷ്യനെ ഉപദേശം? അപ്പൊ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഉപദേശിച്ച ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, കേട്ടിരിക്കും ചിലർ, പക്ഷെ അനുസരിക്കണമെന്നില്ല. ഉപദേശം അനുസരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ അത് അനുസരിക്കണം, കേൾക്കണം, അത് അനുധാവനം ചെയ്യണം, അത് പാലിക്കപ്പെടണം, എങ്കിലേ അത് ഉപദേശമാവുന്നുള്ളൂ. പലപ്പോഴും സ്കൂളുകളിലൊക്കെ അധ്യാപകർ അത്തരത്തിലുള്ള വടിയും ടൂളുകളൊക്കെ ഉപയോഗിച്ച് കുട്ടികളെ വരച്ച വരയിൽ നിർത്തുന്ന രൂപത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടാണ് കുട്ടികളെ അധ്യാപകർ അനുസരിപ്പിക്കുന്ന രീതിയിൽ ആക്കിയെടുത്തത്. നിയമം കൊണ്ട് പല കാരണവശാലും പലപ്പോഴായിട്ട് അതിന് പലപ്പോഴും തടസ്സമുണ്ടായത് കൊണ്ട് തന്നെ ഇന്നത്തെ ആധുനിക തലമുറയിൽ കുട്ടികൾക്ക് അച്ചടക്കമുള്ള, അനുസരണയുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവം. ഏതായാലും ഇങ്ങനെ എന്നെ ഉപദേശിക്കാൻ ഒരാൾ എനിക്ക് വേണം, എന്നെ മനസ്സിലാക്കി തരാൻ, എനിക്ക് പറഞ്ഞു തരാൻ ആൾ വേണം എന്നുള്ളത് മനുഷ്യന് ഉണ്ടാവേണ്ട ചിന്തയാണ്. ഇനി ഈ ഉപദേശം ഒന്നും കേൾക്കാത്ത ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇതൊന്നും കേൾക്കൂല, എന്നിട്ട് അവസാനം അനുഭവിച്ച് പഠിക്കും. അത് മനുഷ്യന്റെ വേറൊരു നേച്ചറാണ്. അതിൽ പോയി പെട്ടി. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലോ കുട്ടി, എത്ര കാലം മുമ്പ് നിന്നെ ഉപദേശിച്ചാൽ, എത്രയോ മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞു. അന്നൊക്കെ നീ ആന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് പോയതാണല്ലോ, ഇപ്പൊ നീ അതേ സംഭവത്തിൽ പോയി വീണല്ലോ എന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുക, ഉപദേശിക്കുന്നതിനപ്പുറത്ത് മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഐ ആം ഫിറ്റ്, ഐ ആം ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഐ ക്യാൻ ഡെവലപ്പ് ഇറ്റ്, നോട്ട് ലൈക്ക് ദം. ഞാൻ അവരെ പോലെയല്ല. അത് ഒരു ഭാവമാണ്, അവന്റെ ഉള്ളിലുള്ള ഒരു ഭാവമാണ്. അതിനെ നമ്മൾ മലയാളത്തിൽ അഹം ഭാവം എന്നൊക്കെ പറയാം. ഈ ഭാവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തന്നെ വിലയിരുത്തുകയും അവനവനെ വിലയിരുത്തുകയും അതിന്റെ ഭാഗമായിട്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യും പോലെ ആവില്ല ചെയ്യുക, ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യും, ഞാനൊരു ഡിഫറെൻ്റ് ആണ്, എൻ്റെ തലമുറ ഡിഫറെൻ്റ് ആണ്, അത് ബോധമാണ്, അഹംബോധമാണ്. എൻ്റെ തലമുറ ഡിഫറെൻ്റ് ആണ്, ഞങ്ങൾ പഠിച്ചത് ഡിഫറെൻ്റ് ആണ്, ഞാൻ ജീവിക്കുന്ന കാലം വ്യത്യസ്തമാണ്, എൻ്റെ കയ്യിലുള്ള ടെക്നോളജി അതിനേക്കാൾ വ്യത്യസ്തവും വിഭിന്നവും അത്യാധുനികവുമേറിയതാണ്, നിങ്ങളെപ്പോലെയല്ല എന്ന് പറയുകയും, എന്നിട്ട് ആ അഹംബോധത്തിൽ നിന്ന് ആ ഭാവം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ
വഴിയിൽ വെച്ച് വീണു പോവുകയും തിരിച്ച് നിരാശനും ദുഃഖിതനും ഖിന്നനും അതുപോലെ തന്നെ കുണ്ഠിതപ്പെട്ട് അങ്ങേയറ്റം വ്യാകുലപ്പെട്ട് നഷ്ടബോധത്തോടു കൂടി ഈ ഉപദേശിച്ചിരുന്ന ആളുകളുടെ അടുത്തേക്ക് കരഞ്ഞും നിലവിളിച്ചും ദുഃഖത്തോടെയും എന്താണ് പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആലോചിക്കേണ്ടത് അവിടെ കൂടുതൽ കാലം ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുള്ള ആളുകൾക്ക് അവരുടെ ടെക്നോളജിയോ അവരുടെ കാലഘട്ടങ്ങളോ അവര് ജീവിച്ച അല്ലെങ്കിൽ പഠിച്ച ഭൗതിക വിഷയങ്ങളോ എന്നതിനപ്പുറത്തേക്ക് അനുഭവത്തിൽ നിന്ന് കൃത്യമായ പക്വത ആർജിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മുതിർന്ന തലമുറയുടെ അടുക്കലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇത് തിരിച്ചറിയാൻ സമയമെടുക്കും മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യൻ ഉപദേശം ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിശ്വസിച്ചേരിക്കുന്നത്. ആരും ഒരു സംഭവമാകുന്നില്ല. എല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു സംഭവമാണ് പട്ടം. ആകാശത്ത് അങ്ങനെ ഒറ്റക്ക് വല്ലാണ്ട് പാറിപ്പറക്കുമ്പം അത് വലിയൊരു അഹങ്കാരമാവും. നൂല് ആണ് പട്ടത്തിന്റെ ഉയർച്ചക്ക് ഒരു കാരണം. അവിടെ നിലനിർത്താനുള്ള കാരണം പട്ടത്തിനെ കാറ്റാണ്. മറ്റൊന്ന്, ഇത് രണ്ടിനെയും തുല്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ ഈ കയറ് പിടിച്ചിരിക്കുന്ന കാറ്റിനനുസരിച്ച് ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു നാച്ചുറൽ ഡ്രൈവർ താഴെ ഇരുന്ന് കയറ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളാണ്. അപ്പൊ പട്ടത്തിന് സ്വയം തോന്നുകയാണ് കടലാസും ഇർക്കിലും ഒരു പശയുമൊക്കെയുള്ള ഞാൻ ഈ ആകാശത്തിന്റെ ഉയരങ്ങളിൽ അതിമനോഹരമാണ് എന്നൊക്കെ ഒരു അഹം ബോധം, അത് കൃത്യമല്ലാതെ ബോധ്യമില്ലാത്ത ഒരു ബോധം ആ ഭാവത്തിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ അവരെക്കാളും ഒക്കെ ഉയർന്നു നിൽക്കുന്നത്, ഈ മനുഷ്യരെക്കാളും മൃഗങ്ങളെക്കാളും മരങ്ങളെക്കാളും ഒക്കെ ഉയരത്തിൽ നിൽക്കുന്നത് ഞാനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ അഹം ഭാവവും അഹംബോധവും ഒക്കെയായി പട്ടം ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിൽക്കും. ശക്തമായി അടിക്കുന്ന ഒരു കാറ്റ് അതിനെ ചുറ്റിക്കളയുകയോ പൊട്ടിച്ചു കളയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പക്ഷി ആ നൂലിനെ പൊട്ടിച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ ആ നൂലിന്റെ കാറ്റിന്റെ ശക്തി കൊണ്ട് സ്വയം പൊട്ടിയേറ്റുപോയാൽ ഒക്കെ പട്ടത്തിന് എവിടെയോ കുറ്റിക്കാടുകളിൽ മുൾച്ചെടികളിൽ പോയി വീണ് തന്റെ ജീവിതം അവസാനിക്കേണ്ട ജീവിതമാണ് എന്നുള്ളത് ബോധമുണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ബോധം മനുഷ്യനുണ്ടാവണം. തൻ്റെ കയ്യിലുള്ള സമ്പത്തും തൻ്റെ കയ്യിലുള്ള സൗകര്യങ്ങളും തൻ്റെ കയ്യിൽ തനിക്കുണ്ട് എന്ന് ബോധ്യം തോന്നിയിട്ടുള്ള തൻ്റെ അറിവുകളും സർട്ടിഫിക്കറ്റുകളും തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് താൻ നേടി എന്ന് വിചാരിക്കുന്ന അങ്ങേയറ്റം വലിയ സംഭവങ്ങളും ഒക്കെ ഏത് സെക്കൻഡുകൾക്കുള്ളിലും ഏത് നിമിഷത്തിനുള്ളിലാണ് ആര് ഏത് കൈകൾ കൊണ്ടാണ് എപ്പോഴാണ് പൊട്ടി താഴെ ഏതെങ്കിലും കടലിലോ ചളിക്കുണ്ടിലോ അല്ലെങ്കിൽ കുറ്റിക്കാടുകളിലോ മുൾമുനകളിലോ പതിച്ചു പോവുക എന്നൊരിക്കലും പറയുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ബോധത്തോടു കൂടി കേൾക്കാൻ തയ്യാറാവുകയും അറിയാനും മനസ്സിലാക്കാനും ഒരുങ്ങുകയും പഠിച്ച് വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഇത് കേൾക്കുന്ന ചെറിയ കുഞ്ഞുകുട്ടിയായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഉണ്ടായാൽ താൻ വിധേയപ്പെട്ട് നിൽക്കേണ്ട ചില ഇടങ്ങളുണ്ടെന്നും താൻ കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും അറിയേണ്ടതും അതിനനുസരിച്ച് ഫോളോവറായി നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട് എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവിയിൽ ഒരു വലിയ മികച്ച വ്യക്തിത്വമായി മാറുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ചേഞ്ചിന് നിർബന്ധമായി വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ, നല്ല ഒരു ചേഞ്ച്, നല്ലൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്, ആളുകളുടെ ആവശ്യമല്ല. തനിക്ക് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആ ചേഞ്ചുമായുള്ള ഒരു പ്രയാണം, ഒരു ഓട്ടം, ഒരു വിപ്ലവം നടത്താൻ ചെറിയ ഈ കൊച്ചു ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇത് ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്യുമ്പോൾ വല്ലാത്ത മനോഹാരിത ജീവിതത്തിന് കൈവരുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. വിഷിംഗ് യു ഓൾ ദി വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ, so heartily thankful for being with us, Orange Chapel Motivational Monster. Love you all. Okay, thank you, sir. Thank you so much.